നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ പ്രീ ക്വാർട്ടറിൽ ഇൻ്റർ മയാമിയുടെ എതിരാളികൾ യൂറോപ്യൻ ചാമ്പ്യന്മാരായ PSG ആണ്. നിലവിലെ ഫോമിൽ ഇൻ്റർ മയാമിയെ PSG തകർത്ത് തരിപ്പണമാക്കുമെന്ന പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകരുള്ളത്. ഫുട്ബോൾ ലോകം പൊതുവെ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിലും ഇൻ്റർ മയാമിയുടെ ആരാധകർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരോടൊപ്പം സാക്ഷാൽ ലിയോ മെസ്സിയുണ്ട്. ബൂട്ടോഫാഗക്കാകാമെങ്കിൽ ലിയോ മെസ്സിയുള്ള, ലൂയിസ് സുവാരസ് ഉള്ള, ജോഡി ആൽബയുള്ള, ബുസ്കറ്റ്സ് ഉള്ള ഇൻ്റർ മയാമിക്ക് എന്തുകൊണ്ടായിക്കൂടാ? അതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഇന്നലത്തെ കളിക്ക് മുമ്പ് തന്നെ കോച്ച് ഹാവിർ മഷ്റാനോ പറഞ്ഞിരുന്നു, ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുക. ഇനി അതല്ലെങ്കിലും എതിരാളി ആരാണ് എന്നുള്ളത് ഞങ്ങൾ നോക്കുന്നില്ല. റൗണ്ട് ഓഫ് 16 ഞങ്ങൾ മികച്ച രൂപത്തിലുള്ള പ്രകടനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതാണ്ട് അതുപോലെ മികച്ച പ്രകടനം പാൽമിറാസിനെതിരെ നടത്താനുള്ള ശ്രമം നടത്തി. 80 മിനിറ്റ് വരെ 2-0 മുന്നിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു ഒന്നാം സ്ഥാനം കൊണ്ട് ഇൻ്റർ മയാമി മുന്നോട്ട് കടക്കുമെന്ന്. പക്ഷേ പാൽമിറാസിൻ്റെ ടീമിൻ്റെ കരുത്ത് എല്ലാവർക്കും അറിയാം. അവർ നിരന്തരം ആക്രമിക്കുകയും 2 ഗോളും മടക്കിയടിച്ച് സമനില പിടിക്കുകയും ചെയ്തപ്പോൾ PSGക്ക് ഇൻ്റർ മയാമിയായി എതിരാളി. എന്ന് പറഞ്ഞാൽ ഇൻ്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ ബൂട്ടോഫാഗക്കെതിരെയാണ് റൗണ്ട് ഓഫ് 16 കളിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, PSG ആണോ, PSG തോൽപ്പിച്ച ബൂട്ടോഫാഗയാണോ ഇൻ്റർ മയാമിക്ക് താരതമ്യേന വലിയ കേടില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന എതിരാളികൾ? എന്തൊക്കെയായാലും ബൂട്ടോഫാഗോ PSG തോൽപ്പിച്ചതാണ്. അപ്പോൾ അവരോട് മുട്ടുന്നതിനേക്കാൾ നല്ലത് PSG മുട്ടുന്നതാണ് എന്ന ലോജിക്കും കൊണ്ട് വരേണ്ട. ഒറ്റക്കളിയിൽ തോറ്റത് കൊണ്ട് നമ്മൾ PSG എഴുതി തള്ളാൻ പറ്റില്ലല്ലോ. PSG ഇന്നും ഫോമിലാണുള്ളത്. റൗണ്ട് ഓഫ് 16 ആകുമ്പോഴേക്കും ഒരുപക്ഷെ ഒസ്മാൻ ഡംബലയും ഫിറ്റ് ആയേക്കും എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. അപ്പോൾ അദ്ദേഹം കൂടി ഫിറ്റ് ആവുകയാണെങ്കിൽ അതിശക്തമായ മുന്നേറ്റ നിരയായിരിക്കും അവരോടൊപ്പം ഉണ്ടാവുക. ആ ടീമിനെ, ആ മുന്നേറ്റ നിരയെ പിടിച്ചു നിർത്താൻ എങ്ങനെ ഇൻ്റർ മയാമിയുടെ ഡിഫൻസിന് കഴിയും എന്നുള്ളിടത്താണ് അടുത്ത കളിയുടെ റിസൾട്ട് കിടക്കുന്നത്. ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരുപക്ഷെ ലിയോ മെസ്സി തൻ്റെ മാജിക്കൽ പെർഫോമൻസ് തുടർന്നാൽ ലോകത്തെ ഏത് വമ്പൻ ഡിഫൻസിനെയും ഇപ്പോഴും അദ്ദേഹത്തിന് കീറി മുറിക്കാൻ പറ്റും. അതുകൊണ്ട് PSG ഡിഫൻസ് മുറിച്ച് കടക്കാൻ ലിയോ മെസ്സിക്കും സംഘത്തിനും കഴിഞ്ഞേക്കും. സുവാരസ് പിന്നെ കണ്ടില്ലേ, അദ്ദേഹത്തിൻ്റെ മികവെങ്ങും പോയിട്ടില്ല. ഇടയ്ക്കൊക്കെ തനിക്ക് എതിരാളികളെ ഇപ്പോഴും പണിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ മുന്നേറ്റം നിര ഇനിയിപ്പോൾ ഡൊണാൾഡോ കാവൽ നിൽക്കുന്ന PSG ഗോൾ വലയത്തിലേക്ക് പന്തെത്തിച്ചാലും ചോദ്യം ഇതാണ്, അവിലസും ഫാൽക്കണും അല്ലനും അതുപോലെ വിഗൻറ്റും ഒക്കെ അടങ്ങുന്ന ആ ഒരു ഡിഫൻസ് ഉണ്ടല്ലോ, ആ ഡിഫൻസ് എങ്ങനെയാണ് കിച്ചാ കാവസ്കേലിയും ഡിസേഡുവും ഒസ്മാൻ ഡംബല ഫിറ്റാണെങ്കിൽ അദ്ദേഹവും ഒക്കെയുള്ള മുന്നേറ്റ നിരയെ തടഞ്ഞു നിർത്തുക? അതാണ് ഈ കളിയുടെ റിസൾട്ട് നിർണ്ണയിക്കാൻ പോകുന്നത്. നമ്മൾ വലിയ ഫാനിസം അങ്ങ് മാറ്റിവെച്ച് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചിന്തിച്ചാൽ ഇൻ്റർ മയാമി തോൽക്കാൻ തന്നെയാണ് സാധ്യത. അത് എത്ര ഗോളിന് എന്നുള്ളതേ അറിയേണ്ടതുള്ളൂ. അത് 5 ഗോളാകുമോ 6 ഗോളാകുമോ അതല്ല 1-2 ഗോളിൽ നിർത്തുമോ എന്നൊക്കെയുള്ള ചോദ്യമാണ് ഉണ്ടാവുക. എന്നാൽ ഫുട്ബോളല്ലേ, എന്തും സംഭവിക്കാം. മെസ്സിയും സംഘവുമല്ലേ മറുഭാഗത്തുള്ളത്. എതിരാളി ആരാണെങ്കിലും മെസ്സിക്ക് എപ്പോഴും ഒരുപോലെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മെസ്സിയിൽ നിന്ന് മിന്നും പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഇൻ്റർ മയാമിയുടെ ആരാധകരുടെ ഹൃദയത്തിനുള്ളിൽ എവിടെയോ ഒരു നേരിയ പ്രതീക്ഷ ബാക്കിയുണ്ട്. അപ്പോൾ ആർക്കാണ് കൂടുതൽ മുൻതൂക്കം, എത്രയാണ് വിജയസാധ്യത എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, റാഫ് ടോക്സിൻ്റെ ഒരു നിരീക്ഷണം 90% PSG വിജയസാധ്യത, ഒരു 10% ഇൻ്റർ മയാമിക്ക് കാണുന്നു. കാരണം അത് ലിയോ മെസ്സി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ 10% കൊടുക്കുന്നത്. ആ 10% അത് 100 മാറ്റാനും മെസ്സിക്ക് കഴിയും. എന്തും സംഭവിക്കും റൗണ്ട് ഓഫ് 16 എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.